വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 7th സെമസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് UV സ്പെക്ട്രോസ്കോപ്പി ഇൻസ്ട്രുമെന്റേഷൻ കണ്ടിന്യൂവേഷൻ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റേഡിയേഷൻ സോഴ്സസ് UV ആൻഡ് വിസിബിൾ റേഡിയേഷൻ സോഴ്സസ് നോക്കിക്കഴിഞ്ഞു. അടുത്തതാണ് വേവ് ലെങ്ത് സെലക്ടേഴ്സ്. വേവ് ലെങ്ത് സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിക്രോമാറ്റിക് ലൈറ്റിനെ, അതായത് മൾട്ടിപ്പിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിട്ട്, സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ലെങ്ത് സെലക്ടേഴ്സ് യൂസ് ചെയ്യുക. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ലെൻസസ്. ലെൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഒപ്റ്റിക്കൽ കോമ്പണൻസിലൂടെ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുക. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സിലിക്കേറ്റ് ഗ്ലാസ് 350 to 3000 നാനോമീറ്റർ. വിസിബിൾ ആൻഡ് നിയർ IR ക്വാഡ്സ് ഓർ ഫ്യൂസ്ഡ് സിലിക്ക ബിലോ 300 നാനോമീറ്റർ UV റീജിയൻ. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അടുത്തതാണ് മിറർ. മിറർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലൈറ്റ് ബീംസിനെ റിഫ്ലക്റ്റ്, ഫോക്കസ് ഓർ കോളിമേറ്റ്, റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ലൈറ്റ് ബീംസിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ലോസിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിക്കൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കോമൺലി നമ്മൾ ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വിഡ്ത്തുള്ള ലൈറ്റിനെ പാസ് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്നതാണ് സ്ലിറ്റ്. അത് സ്പെക്ട്രൽ ലൈൻസിൻ്റെ റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാരോ സ്ലിറ്റും ഉണ്ട്, വൈഡ് സ്ലിറ്റും ഉണ്ട്. നാരോ സ്ലിറ്റിന് ബെറ്റർ റെസൊല്യൂഷൻ ആയിരിക്കും, വൈഡ് സ്ലിറ്റിന് പുവർ റെസൊല്യൂഷൻ ആയിരിക്കും. നാരോ സ്ലിറ്റിന് ലെസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആയിരിക്കും, വൈഡ് സ്ലിറ്റിന് മോർ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആയിരിക്കും. അടുത്തതാണ് മോണോക്രോമാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലെൻസ്, മിറർ, സ്ലിറ്റ് ആണ് നോക്കിയത്. അടുത്തതാണ് മോണോക്രോമാറ്റേഴ്സ്. മോണോക്രോമാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്ന് സ്പെസിഫിക് വേവ് ലെങ്ത്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യുക. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പ്രിസം, ഗ്രേറ്റിംഗ്സ്, ഫിൽറ്റേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിസം മോണോക്രോമാറ്റേഴ്സ്. പ്രിസം മോണോക്രോമാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ നടക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിസിലാണ്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഗ്ലാസ്, വിസിബിളിന് വേണ്ടിയിട്ടും ക്വാഡ്സോ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക UV റീജിയന് വേണ്ടിയിട്ടും. നമ്മൾ +2 ഫിസിക്സിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു പ്രിസ് എടുത്തിട്ട് അതിലോട്ട് നമ്മളൊരു വൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെയിൻബോ കളേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലോട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് റെയിൻബോ സ്പെക്ട്രായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രിസത്തിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെ അതിന് സെലക്ട് ചെയ്തിട്ട് എക്സിറ്റ് സ്ലിറ്റ് വഴി പാസ് ചെയ്യാവുന്നതാണ്. പ്രിസം 2 ടൈപ്പാണുള്ളത്. കോർണു ടൈപ്പ് പ്രിസം, ലിട്രോ ടൈപ്പ് പ്രിസം. കോർണു ടൈപ്പ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോർണു ടൈപ്പ് പ്രിസം, ഇതാണ് ലിട്രോ ടൈപ്പ് പ്രിസം. കോർണു ടൈപ്പ് പ്രിസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒപ്റ്റിക്കൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ലിട്രോ ടൈപ്പിൻ്റെ ഒപ്റ്റിക്കൽ ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പോൾ കോർണു ടൈപ്പിൻ്റെ ഒപ്റ്റിക്കൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. അത് ക്വാഡ്സ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടർ വേവ് ലെങ്ത്തിനെ എഫിഷ്യൻ്റ്ലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ്ങർ വേവ് ലെങ്ത്തിന് പുവർ സെപ്പറേഷൻ ആയിരിക്കും, നോൺ ലീനിയർ ഡിസ്പേർഷൻ ആണ്. അടുത്തത് ലിട്രോ ടൈപ്പ് പ്രിസം പറയുമ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ആംഗിൾ 30 ഡിഗ്രി ആണ്. അതിൻ്റെ ഒരു സർഫസ്, ഇതാണ് ലിട്രോ ടൈപ്പ്, ഇത് ഒപ്റ്റിക്കൽ ആംഗിൾ 30 ഡിഗ്രി ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സർഫസ് അലുമിനൈസ്ഡ് ആണ്, അതായത് അലുമിനിയം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് റിഫ്ലക്റ്റീവ് പോർഷനാണ്. ലൈറ്റ് അപ്പോൾ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും ഈ ഒരു സെയിം സൈഡ് വഴിയാണ്, മറ്റേത് അലുമിനിയം കോട്ടഡ് ആണല്ലോ, അതുകൊണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ഓവർലാപ്പ് ചെയ്യില്ല. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ ഡിസ്പേർഷൻ ആണ്. അടുത്തതാണ് ഗ്രേറ്റിംഗ്സ്. ഗ്രേറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ എലമെൻറ്റ്സ് ആണ്. അത് പോളിക്രോമാറ്റിക് ലൈറ്റിനെ ഇൻഡിവിജ്വൽ വേവ് ലെങ്ത് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുക, റിഫ്രാക്ഷൻ അല്ല. ഇത് 2 ടൈപ്പ് ഉണ്ട്. റിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സും ഉണ്ട്, ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സും ഉണ്ട്. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സിനെ തന്നെ നമ്മൾ റിഫ്ലക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ഡിവൈസ് എന്നൊക്കെ പറയും. ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സിൻ്റെ ഫിഗറാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ലാർജ് നമ്പർ ഓഫ് പാരലൽ ലൈൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇത് ലാർജ് നമ്പർ ഓഫ് പാരലൽ ലൈൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ
ഈ സൈഡ് എന്ന് പറയുന്നത് അലുമിനൈസ്ഡ് ആണ്, അലുമിനിയം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്, പോളിഷ്ഡ് അലുമിനിയം വെച്ചിട്ട് ഇവിടെ കോട്ട് ചെയ്തിട്ട് റിഫ്ലക്റ്റീവ് സർഫസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി 15,000 to 30,000 ലൈൻ പെർ ഇഞ്ചസ് ആണ് കാണുന്നത്. ആൻഡ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അലുമിനൈസ്ഡ് ആണ്. ലൈറ്റ്, ഒരു പോളിക്രോമാറ്റിക് ലൈറ്റ് ഈ ഒരു റിഫ്ലക്റ്റീവ് സർഫസിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ ഇങ്ങനെ ഡിഫ്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്സ്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിൽ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, പക്ഷെ ലൈറ്റ് പാസ് ചെയ്യുക ഗ്രേറ്റിംഗ് വഴിയാണ്. നമ്മൾ യു വി വെച്ച് നോക്കുമ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ലെസ് കോമൺലി യൂസ്ഡ് ആണ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് ആണ്. അത് ഗ്രേറ്റിംഗ്സിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഗുഡ് റെസൊല്യൂഷൻ ആയിരിക്കും, വൈഡ് റേഞ്ച് നമുക്ക് സ്പെക്ട്രം കവർ ചെയ്യാൻ പറ്റും, പിന്നെ കോമ്പാക്റ്റ് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫിൽറ്റേഴ്സ്. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ്. ഫിൽറ്റർ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള റേഞ്ചിലെ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് മാത്രമേ പാസ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയോ ചെയ്യും. അൺവാണ്ടഡ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുക. രണ്ട് ടൈപ്പാണുള്ളത്, അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സും ഉണ്ട്, ഇൻ്റർഫറൻസ് ഫിൽറ്റേഴ്സും ഉണ്ട്. അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെലക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്, സെർട്ടൈൻ വേവ് ലെങ്ത്തിനെ സെലക്റ്റീവ്ലി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് മാത്രമാണ് പാസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ ആണ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ജെലാറ്റിൻ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഗ്ലാസ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിംഗ് ഗ്ലാസ് വിത്ത് മെറ്റൽ ഓക്സൈഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ജെലാറ്റിൻ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ഡൈസ് ജെലാറ്റിനിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജെലാറ്റിനിൽ ഓർഗാനിക് ഡൈസ് സസ്പെൻഡ് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ വെച്ച് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. അതാണ് ജെലാറ്റിൻ ഫിൽറ്റേഴ്സ്. അഡ്വാൻറ്റേജസ് ആണ് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി സെലക്ഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ലെസ് അക്യുറേറ്റ് ആണ്, വൈഡർ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ഈ വാല്യൂസ് ഒക്കെ നോക്കിയൊക്കെ നമുക്ക് കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ എഴുതാൻ പറ്റും. വൈഡർ ബാൻഡ് വിഡ്ത്ത് ആണ്, +or-20 to 30 നാനോമീറ്റർ. ജെലാറ്റിൻ ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് ഡിറ്റീരിയോറേറ്റ് ചെയ്യും. ഹീറ്റ്, മോയ്സ്ചർ, ഡൈ ബ്ലീച്ചിങ് ഒക്കെ സമയത്ത് എന്ത് ചെയ്യും, ഡിറ്റീരിയോറേറ്റ് ചെയ്യും. ഈ ഒരു അബ്സോർപ്ഷൻ ഫിൽറ്ററിന് എക്സാമ്പിളാണ് ഈ ഒരു കളർ വീല്. അടുത്തതാണ് ഇൻ്റർഫറൻസ് ഫിൽറ്റേഴ്സ്. ഇൻ്റർഫറൻസ് ഫിൽറ്റേഴ്സിൽ ഓൾസോ നമ്മൾ അതിനെ ഫാബ്രി പെറോഡ് ഫിൽറ്റേഴ്സ് എന്നും പറയും. അവിടെ ലൈറ്റ് വേവ്സിനെ ഇൻ്റർഫിയർ ആണ് ചെയ്യുന്നത്, അതായത് ഒരു തടസ്സമാണ് അവിടെ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്ലാസിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സ് കൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. തിന്നായിട്ടുള്ള ഡൈ ഇലക്ട്രിക് ലെയേഴ്സ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ചില വേവ് ലെങ്ത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാൻഡ് പാസ് 10 to 15 നാനോമീറ്റർ, പീക്ക് ട്രാൻസ്മിറ്റൻസ് 40 to 60%. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ നാരോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, ഹയർ ട്രാൻസ്മിറ്റൻസ് ആണ്. അഡീഷണൽ ഫിൽറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മോർ സ്റ്റേബിൾ ആണ് അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താ, അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കോസ്റ്റ്ലി ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്, അതുപോലെ ഡൈഇലക്ട്രിക് ലെയറും സെമി റിഫ്ലക്റ്റീവ് ലെയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചിലത് എന്ത് ചെയ്യും, ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, ചിലത് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അടുത്തത് ഇപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് സെലക്ടേഴ്സ് കഴിഞ്ഞു. അടുത്ത കമ്പോണൻ്റ് ആണ് സാമ്പിൾ ഹോൾഡർ. സാമ്പിൾ ഹോൾഡർ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, സാമ്പിളിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യു വിയിലെ സാമ്പിൾ ഹോൾഡറാണ് ക്യുവറ്റ്. ഈ സാമ്പിൾ ഹോൾഡറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. 2 സൈഡ്സ്, ഇതിന് 2 ഭാഗം ഒപ്പേക്ക് ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ് ഉണ്ടാവുക. ക്വാഡ്സ് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യു വി ആൻഡ് വിസിബിൾ റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാഡ്സ് ക്യുവറ്റാണ് പ്രിഫർ ചെയ്യുക. എന്നാൽ നമ്മൾ വിസിബിൾ റേഡിയേഷൻ മാത്രമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്ലാസ് ക്യുവറ്റാണ് യൂസ് ചെയ്യുക. ഗ്ലാസ് ക്യുവറ്റ് എന്തുകൊണ്ട് നമ്മൾ യു വി റേഡിയേഷനിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ആ ഗ്ലാസ് യു വി റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്കൊരു നെഗറ്റീവ് അബ്സോർബൻസ് അവിടെ തരും. അതുകൊണ്ട് അതത്ര പ്രിഫേർഡ് അല്ല. അപ്പോൾ ഇത്രയാണ് സാമ്പിൾ ഹോൾഡേഴ്സ്. അടുത്തതാണ് ഡിറ്റക്ടേഴ്സ് ഇൻ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ പറഞ്ഞത് റേഡിയേഷൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ റേഡിയേഷൻസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്തു, അതിനെ സെൻസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് റീഡ് ഔട്ട് ഡിവൈസസിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ ചാനൽ ഡിറ്റക്ടേഴ്സും ഉണ്ട്, മൾട്ടിപ്പിൾ ചാനൽ ഡിറ്റക്ടേഴ്സും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ചാനൽ ഡിറ്റക്ടേഴ്സ്. സിംഗിൾ ചാനൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരു
ഒരു വേവ് ലെങ്ത്തിനെ മാത്രം റേഡിയേഷനെ മാത്രം ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസിൽ ഫസ്റ്റ് വൺ ആണ് ഫോട്ടോ വോൾട്ടായിക് സെൽ. അതിനെ തന്നെ നമ്മൾ ബാരിയർ ലെയർ സെൽ അല്ലെങ്കിൽ ബാരിയർ സെൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഫിഗർ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ കൺസ്ട്രക്ഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും അല്ലേ. അതായത് ഒരു പ്ലാസ്റ്റിക് കേസ് പ്രസൻ്റ് ആണ്. അതിൻ്റെ ഒരു സൈഡ് എന്താണ്, ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് പ്രോപ്പർലി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കേസ് ആണ്. അതിലൊരു ഗ്ലാസ് ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ മാത്രം ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ലാക്കർ പ്രസൻ്റ് ആണ്. അത് നമുക്ക് ഉള്ളിലേക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ തിൻ മെറ്റാലിക് ലെയർ കോട്ടഡ് വിത്ത് സിൽവർ ഓർ അലുമിനിയം ആക്ട് ആസ് വൺ ഇലക്ട്രോഡ്. ഇവിടെ ഇതാണ് ഒരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുക. ഇത് എന്ത് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്, സിൽവർ അല്ലെങ്കിൽ അലുമിനിയം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. മെറ്റൽ ബേസ് പ്ലേറ്റ് ആണ് വേറെ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുക. ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെറ്റാലിക് ലെയർ ആണ്, സിൽവർ അല്ലെങ്കിൽ അലുമിനിയം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഇലക്ട്രോഡായിട്ട് മെറ്റൽ ബേസ് പ്ലേറ്റ് ആണ് ആക്ട് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു സെമി കണ്ടക്ടർ ലെയർ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു സെമി കണ്ടക്ടർ ലെയർ പ്രസൻ്റ് ആണ്. ഇത് സെലീനിയം അല്ലെങ്കിൽ അയേൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇതിലൂടെ നമ്മളൊരു ലൈറ്റ് വന്നിട്ട് ഈ സെലീനിയം അതായത് സെമി കണ്ടക്ടറിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവും. ആ ഇലക്ട്രോൺസിൻ്റെ പുവർ കണ്ടക്ടിവിറ്റി കാരണം അതിങ്ങനെ അക്യുമുലേറ്റ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് കറണ്ടിന് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഗാൽവനോമീറ്ററിന് മനസ്സിലാവുന്നുണ്ട്. ബിറ്റ്വീൻ ദം നമ്മൾ പറഞ്ഞു സെമി കണ്ടക്ടർ ലെയർ പ്രസൻ്റ് ആണ്. ലൈറ്റ് സെലീനിയത്തിൽ വന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവുന്നുണ്ട്. അതിൻ്റെ പുവർ കണ്ടക്ടിവിറ്റി കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു സൈഡിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടിനെ നമുക്ക് ഗാൽവനോമീറ്റർ വെച്ചിട്ട് ഡിഫ്ലക്ട് ചെയ്യാവുന്നതാണ്. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് മോർ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മോർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ലാർജർ ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ കാണിക്കും. അതിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പവർ സപ്ലൈൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ ഡിറ്റക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ലെസ് സെൻസിറ്റീവ് ആണ്. സിമ്പിൾ ലോ കോസ്റ്റ് ഇൻസ്ട്രുമെൻസിലൊക്കെയാണ് യൂസ് ചെയ്യുക. ലോ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ. അടുത്തതാണ് ഫോട്ടോ ട്യൂബ്. ഫോട്ടോ ട്യൂബിനെ തന്നെ നമ്മൾ ഫോട്ടോ എമിസീവ് ട്യൂബ് എന്നും പറയുന്നുണ്ട്. ഇതാണ് പിക്ചർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വാക്വം ഗ്ലാസ് ബൾബാണ്. ഒരു വാക്വം ഗ്ലാസ് ബൾബ് ഉണ്ട്. അതിലൊരു ഫോട്ടോ എമിസീവ് കാഥോഡ്, ഇതാണ് ഫോട്ടോ എമിസീവ് കാഥോഡ് പ്രസൻ്റ് ആണ്. അത് സീഷ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വയർ ആനോഡും പ്രസൻ്റ് ആണ്. ഇതാണ് ഒരു ഫോട്ടോ എമിസീവ് കാഥോഡ് ഉണ്ട്. വയേർഡ് ആനോഡും പ്രസൻ്റ് ആണ്. 90 വോൾട്സിലാണ്, അപ്രോക്സിമേറ്റ്ലി 90 വോൾട്സിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് വന്നിട്ട് ഈ ഒരു ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡിന് വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. ലൈറ്റ് വന്നിട്ട് ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡിന് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് ആനോഡിലോട്ട് അട്രാക്ട് ചെയ്തിട്ട് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് എന്ന് പറയുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റിനോട് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് നമുക്ക് ഓൾറെഡി DC സോഴ്സ് വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ വോൾട്ടായിക് സെല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോർ സെൻസിറ്റീവ് ആണ്. പിന്നെ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. കോമൺലി നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫോട്ടോ ട്യൂബ് പറയണത്. അടുത്തതാണ് ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബ്. ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാക്വം ട്യൂബാണ്. ഒരു ഫോട്ടോ കാഥോഡ് പ്രസൻ്റ് ആണ്. വാക്വം ട്യൂബാണ്. ഇതാണ് ഫോട്ടോ കാഥോഡ് പ്രസൻ്റ് ആണ്. പിന്നെ സീരീസ് ഓഫ് ഡൈനോഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 to 10 ഡൈനോഡ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനോഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സീരീസ് ഓഫ് 8 to 10 ഡൈനോഡ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസിങ് പൊട്ടൻഷ്യലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്രോക്സിമേറ്റ്ലി 90 വോൾട്സിലൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഒരു ആനോഡ് ഉണ്ടായിരിക്കും. അതായത് കളക്ടിങ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആനോഡും ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. ഈ ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, ഫോട്ടോ കാഥോഡിനെ വന്നിട്ട് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫോട്ടോ കാഥോഡിനെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഫസ്റ്റ് ഡൈനോഡിൽ വരും. ഫസ്റ്റ് ഡൈനോഡിൽ വന്നിട്ട് പിന്നെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് ഡൈനോഡിൽ വരും. അങ്ങനെ എന്താണ് ഇത്
സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. ഓരോ സ്റ്റേജിലും സിഗ്നൽസിനെ അവിടെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡിലോട്ട് എത്തും. അങ്ങനെ ലാർജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ് വന്നിട്ട് ഫോട്ടോ കാഥോഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വന്നിട്ട് ഫോട്ടോ കാഥോഡിന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇജക്റ്റ് ആയിട്ട് ഈ ഇലക്ട്രോൺസ് ഫസ്റ്റ് ഡൈനോഡിനെ പോയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് മോർ ഇലക്ട്രോൺസ് റിലീസ് ആവും. ഇത് ആംപ്ലിഫൈ ചെയ്യും. സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേജിലും. അങ്ങനെ ഫൈനൽ ഇലക്ട്രോഡ്സ് ആനോഡിൽ എത്തിയിട്ട് ഒരു ലാർജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. വെരി വീക്ക് സിഗ്നൽസിനെ പോലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബ്. അടുത്തതാണ് മൾട്ടി ചാനൽ ഡിറ്റക്ടേഴ്സ്. മൾട്ടി ചാനൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ വേവ് ലെങ്ത്തിനെ സിമിൾട്ടേനിയസ്ലി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് സ്കാനിങ് ഓഫ് ഫുൾ സ്പെക്ട്ര അത് അലൗ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഫോട്ടോ ഡയോഡ് അറേ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ PDA, ഫോട്ടോ ഡയോഡ് അറേ ഡിറ്റക്ടേഴ്സ്. ഇതിൽ മൾട്ടിപ്പിൾ ഡയോഡ്സ് നമ്മൾ സൈഡ് ബൈ സൈഡ് അറേഞ്ച് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ഹോളോ ആൻഡ് നെഗറ്റീവ് ഡാംസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് PN ജംഗ്ഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഈ സിസ്റ്റം എന്താണ്? ഡിപ്ലീഷൻ മോഡിലാണ്. അതായത് കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല ലൈറ്റിൻ്റെ ആബ്സെൻസിൽ. റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആവുന്നുണ്ട് ഓരോ ജംഗ്ഷനിലും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലൈറ്റ് ഇൻറ്റൻസിറ്റിനോട് പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ഇതാണ് ഫോട്ടോ ഡയോഡ് അറേൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഡിപ്ലീഷൻ സ്റ്റേറ്റിലാണ് ഇത് കാണുന്നത്. റേഡിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇലക്ട്രോഡ്സ് ജനറേറ്റഡ് ആവുന്നതും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ആയിട്ട് എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുക. ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്. പിന്നെ ഫുൾ സ്പെക്ട്ര നമുക്ക് മില്ലി സെക്കൻഡ്സ് കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഹൈ ത്രൂപുട്ടാണ്. നമ്മൾ മോഡേൺ UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിറ്റക്ടേഴ്സിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ വേവ് ലെങ്ത് സെലക്ടേഴ്സ് നോക്കി. വേവ് ലെങ്ത് സെലക്ടേഴ്സിൽ തന്നെ ലെൻസ്, മിറർ, സ്ലിറ്റ്, മോണോക്രോമാറ്റേഴ്സ്, പ്രിസം, ഗ്രേറ്റിങ്സ്, ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ സാമ്പിൾ ഹോൾഡറും ഡിറ്റക്ടേഴ്സിൽ തന്നെ നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ, ഫോട്ടോ ട്യൂബ്, ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബ്, ഇതൊക്കെ സിംഗിൾ ചാനൽ ഡിറ്റക്ടേഴ്സ് ആണ്. മൾട്ടിപ്പിൾ ചാനൽ അല്ലെങ്കിൽ മൾട്ടി ചാനൽ ഡിറ്റക്ടേഴ്സിൽ വരുന്നതാണ് ഫോട്ടോ ഡയോഡ് അറേ ഡിറ്റക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.